കാണുന്ന രംഗം അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായ ആത്തിക ബീവി കാണുന്ന ഈ രംഗം ശ്രദ്ധിച്ചു കേട്ടോണേ. ആത്തിക ബീവിയാണ് ഈ രംഗം കാണുന്നത്. ഈ രംഗം കണ്ടുകൊണ്ട് ആത്തിക ബീവി കിടുകിടാ വിറച്ചു പോയി. എങ്ങനെയാണ് ആത്തിക ബീവി എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ. ഒരു തരിൽ ബിരുത്തി നീ കണ്ടേക്ക് നവതിന്റെ ഫലമാണേ ബിരിദമാക ശുജാഉർക്കുള്ള ബലാമേ. ഇത് ആത്തിക ബീവി നേരിൽ കണ്ടതല്ല, നേരിൽ ഡയറക്റ്റ് ആയിട്ട് കണ്ടതല്ല കുഞ്ഞാപ്പോ. പിന്നെ ആത്തിക ബീവി ഭക്ഷണം കഴിച്ചിട്ട് ആ തണുത്ത രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരുന്നു ഇപ്പോ ഞാൻ ഈ വിശദീകരിച്ചത്. ഈ സ്വപ്നാണ് അത്രത്തോളം വിശദീകരിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുഅ്മിനെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ. വിദേശികളായി ജോലി ചെയ്തപ്പോൾ കാസിം ഖാനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. കാസിം ഖാൻ കൊല്ലങ്ങളോളം ഒമാനിൽ നിന്ന ആളാണ്. അങ്ങനെ ഞങ്ങള് ഒമാനിൽ ലീവിൽ നാട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ കാസിഫങ്ങൾ ഞാൻ ഇപ്പോൾ ഒമാനിലാണോ വീട്ടിലാണോ എന്നുള്ള ഒരു ഷെക്ക് മനസ്സിലുണ്ടായില്ലേ നേരം കൊടുക്കുമ്പോൾ അല്ലേ. എല്ലാവരും മനസ്സിലും ഇനിയിപ്പോൾ ഞാൻ പത്തനംതിട്ട കാട്ടൂര് പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി പെട്ടെന്ന് എണീക്കുമ്പോൾ പഠിച്ചോണ്ട് ഞാൻ ഇപ്പോൾ കാട്ടൂരാണോ വീട്ടിലാണോ ചിന്തിക്കൂലേ. നമ്മളൊക്കെ മനസ്സിൽ തോന്നും. ഇതൊക്കെ തോന്നാറില്ല. എന്താ നിങ്ങളൊന്നും തോന്നാറില്ല. അതേപോലെ തന്നെ നല്ലോണം രണ്ടിനും മുട്ടുമ്പോൾ നേരെ കേട്ടോ, നമ്മൾ നല്ലൊരു ബാത്റൂം അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യം സാധിക്കണത് നമ്മൾ സ്വപ്നത്തിൽ കാണും. നടക്കണത് എവിടേക്കാരാണ്? ബെഡ്റൂമേ. എത്രയോ ആളുകൾ എന്നോട് പറയും, ഉസ്താദെ കുട്ടിക്ക് 15 വയസ്സായി ബെഡിൽ മൂത്രമൊഴിക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? അതിന് ഏലസ് കെട്ടണം. പുതിയ ആശയക്കാരാണെങ്കിൽ നടക്കില്ല. ഏലസ് നിർബന്ധമായിട്ട് കെട്ടിയാലേ പൊന്നാരെ കുഞ്ഞാപ്പോ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിൽക്കൂല, ഉറപ്പ്. തൃശ്ശൂർ ജില്ലയിൽ വിവാഹപ്രായത്തെ കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നു സുഖ. അപ്പോൾ പറഞ്ഞു, ഉസ്താദെ ആരോടും പറയാൻ പറ്റില്ല, രോഗതാണെന്ന്. അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹജ്ജാബർക്കത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഏലസ് കെട്ടുന്നതാണ്. അതിൻ്റെ തൗഫീഖോട് കൂടി ഇപ്പോൾ കഴിഞ്ഞ 15 ദിവസം മുമ്പ് എനിക്ക് അവിടെ ഒരു മജ്ലിസ് ഉണ്ടായിരുന്നു. ആ മജ്ലിസിൽ അവർ പങ്കെടുത്തപ്പോൾ സന്തോഷത്തോടു കൂടി 2-3 കുട്ടികളായി ആ പെൺകുട്ടി. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നിർബന്ധമാണ്. മരുന്നും മന്ത്രവും വേണം. മരുന്നും വേണം, മന്ത്രവും വേണം. അത് ഞാൻ പിന്നെ വരാം, അതിലേക്ക് ഞാൻ പിന്നെ വരാം. നേരെ ശ്രദ്ധിച്ചോണേ. സ്വപ്നത്തിൽ നമ്മൾ പലതും കാണും. എന്നാൽ നമ്മൾ കാണുന്ന സ്വപ്നം യഥാർത്ഥത്തിൽ ഒരു ഭൂരിഭാഗം സ്വപ്നങ്ങളും അത് പൈശാചികമായിരിക്കും. അത് പൈശാചികമായിരിക്കും. ശ്രദ്ധിക്കും. പൈശാചികം എന്ന് പറഞ്ഞാൽ കൂട്ടരെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു സബ്ജക്റ്റ് തന്നെ അതിനെക്കുറിച്ചിട്ട് പറയണം. ഒരു സബ്ജക്റ്റ് തന്നെ അതിനെക്കുറിച്ച് പറയാണ്ട്. ലക്ഷദ്വീപിൽ വെച്ചിട്ട് ഒരു പെങ്ങൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. രാത്രി അർദ്ധരാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് വരും, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വരും, ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടും. അങ്ങനെ എല്ലാ സുഖാനുഭൂതിയും കഴിയുമ്പോൾ ഞാൻ ഉറക്കിൽ നിന്ന് ഞെട്ടിക്കൊണരും. എനിക്ക് നോക്കുമ്പോൾ റൂമിൽ ആരും ഉണ്ടാവില്ല. ഇത് പിശാചിന്റെ ഷർറാണ്. നേരെ ശ്രദ്ധിച്ചു കേട്ടോ. അതിൻ്റെ ബാബ് വേറൊരു ഭാഗമാണ്. അത് സിഹിറിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. ഞാൻ ഈ പറയുന്നത് സ്വപ്നം അത് യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മഹത്തുക്കൾ കാണുന്ന സ്വപ്നം അത് യാഥാർത്ഥ്യവൽക്കരിക്കും. അവർക്ക് പിശാചിന് അവരെ പഠിപ്പിക്കാൻ കഴിയില്ല. സ്വപ്നത്തിൽ വന്ന് അവരെ വസ്വാസാക്കാൻ, മഹാന്മാരെ വസ്വാസാക്കാൻ പിശാചിന് കഴിയൂല. ഇത് റസൂലുള്ള പറഞ്ഞതാ. മൻ റആനി ഖദ് റആനി ഫലാ യതമത്തലു ശൈത്വാനു ബി. മൻ റആനി, എന്നെ നിങ്ങൾ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്.
മൻ റആനി ഖദ് റആനി, എന്നെ നിങ്ങൾ മനാമിൽ ദർശിച്ചാൽ, എന്റെ പൂമുഖം നിങ്ങൾ സ്വപ്നത്തിൽ ദർശിച്ചാൽ, വല്ലാഹി വല്ലാഹി അത് ഞാൻ തന്നെയാണ്. എന്റെ രൂപസാദൃശ്യത്തിൽ പിശാചിന് കടന്നു വരാൻ കഴിയില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അഴകിലോ മഴകാം തൻ ത്വാഹ, അധരവിൽ അമ്പിളി തോൽക്കുന്നുള്ള ചേലിൽ നാരാ, ഇഷ്കിന്നിശയിൽ നബിയെ പിരിശമായി വേദ ഓതുന്നേ, നോവായി നിറയും ലഫ്ളിൻ ഖൽബിൽ തേട്ടങ്ങൾ ചേർക്കുന്നേ. അപ്പോ അറിവിന്നുറവേ രാജ, അഴകിലോ മഴക ത്വാഹ, അധരവിൽ അമ്പിളി ചേലിൽ പുഞ്ചിരി